ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ച് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്ത് നിങ്ങളുടെ സാമ്പത്തിക നില ഉയർത്തി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പൂർത്തിയായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് ഒന്നിലധികം എനർജി വരും. നിങ്ങളുടെ എനർജി മാത്രം എടുക്കുക, ഇല്ലാത്തത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വഴക്കുകളോ ആരുമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണം. ആ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയും അല്ലെങ്കിൽ മറ്റുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടും ഹീലാകുന്നതിന് വേണ്ടി ഗൈഡൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥനാലയങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികളുമായിട്ടോ നിങ്ങൾ കോണ്ടാക്റ്റിലാകുന്നു. അവരിൽ നിന്ന് ചില ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള എനർജിയാണ്. വ്യക്തികൾ നിങ്ങളിൽ നിന്നും വഴക്കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലോ നിങ്ങൾ വേദനിപ്പിച്ചു കൊണ്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ വരണമെന്നും നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ജോലിയാകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതമാകാം, നിങ്ങളുടെ മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനോ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് 9 ഓഫ് കപ്പ് ഈ സന്തോഷത്തിന് എതിരായി നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ, ചിലപ്പം ചില കോടതി കേസുകളോ അതല്ലെന്നുണ്ടെങ്കിൽ ചില പ്രാർത്ഥനകളോ ഒക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് തുടർന്ന് കാണാം, ഇത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 11, 10, 1, 5, 9, 5 ആവർത്തിച്ചു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹെറഫിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില കേസ് വഴക്കുകളെ ഇവിടെ കൂടുതലായി കാണുന്നു. നീതി ലഭിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റ് ചില വ്യക്തികളെ പോയി കാണുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥന മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഹെറഫൻറ്റിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതലും ഇവിടെ ഒരു കേസ് വഴക്കുകളായിട്ടുള്ള എനർജി കാണുന്നു. എല്ലാവർക്കുമല്ല, അങ്ങനെയുള്ളവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ വന്നത് 5 ഓഫ് പെൻറ്റിക്കിളാണ്. ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സമയം അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 2 വ്യക്തികൾ 2ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനൊരു നല്ല സമയം തിരിച്ച് റീയൂണിയന് വേണ്ടിയിട്ട് ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബിസിനസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില സാമ്പത്തികം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ചില വഴക്കുകൾ ഒന്നുകിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ടെൻഷൻ, ആരോടും പറയാൻ കഴിയാത്ത ടെൻഷൻ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളുമായി വഴക്കിടുന്ന ഒരു എനർജി കാണുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ
ഒരുപാട് തകർന്ന അവസ്ഥയാണ്. ഒരു സ്ട്രെങ്തും നിങ്ങളുടെ മനസ്സിന് ലഭിക്കുന്നില്ല. ഭയന്നിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ചില വ്യക്തികൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ചില വ്യക്തികൾ വന്ന് വഴക്കിടുമോ, ചിലപ്പോൾ നിങ്ങൾ പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരിക്കാം. അപ്പോൾ അതേ ചൊല്ലിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഭയക്കുന്നുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും രീതിയിൽ വഴക്കുണ്ടാകുമോ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നു. ചില വാക്ക് തർക്കങ്ങളെ ഭയക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോട് ഒരു സമാധാനമില്ലാതെ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് രാവും പകലും ചുമ്മാ ഒറ്റയ്ക്ക് പോലും സംസാരിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുന്ന, ഒരു സമാധാനമില്ലാത്ത ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. മാനസികമായി തളർന്ന് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയും കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച ചില നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഓക്കെ, ആ സന്തോഷിച്ച നിമിഷങ്ങൾക്ക് തടവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽമെൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അത് അപ്രതീക്ഷിതമായി ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം, തേർഡ് പാർട്ടി, ഓക്കെ, ആ തേർഡ് പാർട്ടി വന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വരവ് അവസാനിച്ചു. ഇവിടെ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വണ്ണം ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ മാർഗം തടസ്സപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, ഈ 9 ഓഫ് കപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്കിവിടെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ ക്ഷണിക്കാതെ കയറി വന്നതായിരിക്കാം. ഓക്കെ, ക്ഷണിക്കാതെ വന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ തന്ന്, നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ തന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തേർഡ് പാർട്ടി കാരണം ചില സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബേർഡൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എനർജി വന്നിരിക്കുന്നത് പ്രാർത്ഥനയാണ്, ഹെയറോഫൻ്റ് ആണ്. നിങ്ങൾ ദേവാലയങ്ങളും അതല്ലെന്നുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തികളെടുത്ത് ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഓടി നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട്, ഹെയറോഫൻറ്റും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആരെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ഇവിടെ ഒരു ചാവി കാണാം. ആ ചാവിയെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് സഹായിച്ചെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തികൾ എന്നെ സഹായിക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെങ്കിലും പിറകെ ചോദിച്ച് ചെല്ലുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഒരു വഴി കാണിച്ചു തരണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുന്നു. യോഗ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. ഈ പടത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് ദൈവികമായിട്ടുള്ള ഒരു ചെറിയ പ്രകാശത്തിൽ കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എവിടെയൊക്കെ ആരുടെ മുമ്പിലും ഈ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റ് മാനുഷികമായിട്ടുള്ള വ്യക്തികളെ സമീപിക്കുമ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങളും മുന്നോട്ടുള്ള റീഡിങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നിയർ ഫ്യൂച്ചറിൽ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ റീഡിങ് എപ്പോഴാണോ നിങ്ങൾ കണ്ടു കഴിയുന്ന ആ സമയം തൊട്ട് അങ്ങോട്ടുള്ളതാണ്. ഓക്കെ, ഒന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ നിയർ ഫ്യൂച്ചറിൽ ഈ വിഷമങ്ങളെല്ലാം, അവരിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുമോ? 2, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുമോ? 3. അപ്പോൾ നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. 1, 2, 3. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്ത വണ്ണം അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെപ്പാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹീലിംഗ് കാരണം, നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുന്നതോടുകൂടി
നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന, നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു 9 ഓഫ് കപ്പിൻ്റെ എനർജി, അത് തന്നെയാണ് ഇവിടെ 9 ഓഫ് കപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ എനർജി നിങ്ങൾക്ക് വന്നു ചേരും. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറിപ്പോകും എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിങ്ങൾ ഹീല് ചെയ്ത് സമാധാനപ്പെടുത്തി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാതെ ഇന്ന് റീഡിങ് കണ്ടിട്ട് എനിക്ക് നാളെ നടന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന വ്യക്തികൾക്ക് ഒന്നുമില്ല. സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പ്രകൃതിക്ക് അതിൻ്റേതായ സമയമുണ്ട്. ഓക്കെ, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ എന്തുകൊണ്ട് വിവാഹം നടന്നില്ല, പ്രാർത്ഥിച്ചു അതുകൊണ്ട് നാളെ നടന്നില്ല എന്ന് ചിന്തിക്കുന്നത് ലോജിക്കല്ല. ആ കുട്ടിക്ക് വിവാഹപ്രായമാകുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എനർജി ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു റിലേഷൻ ആ ഒരു സമയത്ത് വന്നു ചേരും. അപ്പോൾ അതിൻ്റേതായ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള 7 ചക്രയ്ക്ക് നിങ്ങൾ ദോഷങ്ങൾ വരുത്താതെ നിങ്ങൾ സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വയം കരഞ്ഞ് നെഗറ്റീവ് ചിന്തിച്ച് എനിക്കൊന്നും നടക്കത്തില്ല, ഞാനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് തുടരും. ഇല്ല, നിങ്ങൾ ഹീല് ചെയ്ത് 7 ചക്രയൊക്കെ ഹീല് ചെയ്ത് സ്വന്തം ആത്മാവിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ്, ആ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായി കാണാം. ഓക്കെ, 10 വയസ്സുള്ള കൊച്ചിന് പെട്ടെന്ന് കല്യാണം വരും എന്നല്ല. കൊച്ച് ഏകദേശം 30 വയസ്സിൽ വിവാഹം നടക്കേണ്ട കൊച്ചിന് ഒരു 24, 25, 26 വയസ്സിലൊക്കെ വിവാഹം ആകും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉപമയാണ് പറഞ്ഞത്. താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം പൂർണ്ണമായും നടക്കുന്നതാണ്. ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യവും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും, പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് നിൽക്കുന്നത്. ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. കരഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യവും ബാലൻസിങ്ങിൽ വരത്തില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം ബാലൻസിങ്ങിൽ വരാൻ ശ്രമിക്കുക. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ചില ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സിന് ബിസി ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഓവർ തിങ്കിങ് ഒഴിവാക്കുന്നതിനായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യാത്ര അല്ലെങ്കിൽ വേൾഡ് പുറം രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഓക്കെ ആകും. ചില റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെലക്ട് ചെയ്യണം, തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരും. മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ദൂരെയാണെങ്കിൽ നിങ്ങളിലേക്ക് ഉടൻ തന്നെ നിയർ ഫ്യൂച്ചറിൽ അടുത്ത് വരുന്നതായിരിക്കും, തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വേറെ എന്താണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും എസ് എന്നാണ് വന്നിരിക്കുന്നത്. ഒരു അനുഗ്രഹം തന്നെയാണ്. ദ കിങ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു നിറഞ്ഞ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിയർ ഫ്യൂച്ചറിൽ. ഓക്കെ, സാമ്പത്തികമായും കുടുംബ സംബന്ധമായിട്ടും എല്ലാം ഒരു വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇടയിൽ ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ കൂടുതലായി കാണുന്നു. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്കൊരു സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചില ബിസിനസ്സിന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, ഒരു കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തമാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ഇനി വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ അധികാരവും സാമ്പത്തികവും സന്തോഷവും ഒക്കെ കൊണ്ട് നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു
അനുഗ്രഹം തന്നെയാണ് ഇവിടെ കാണുന്നത്. ലക്ഷറി ആയിട്ടുള്ള ഒരു ബിസിനസ്, ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് ഒക്കെയാണ് നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളിത് അഫർമേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപബോധ മനസ്സിനോട് പറയുക, എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, ഈ യൂണിവേഴ്സിലെ എല്ലാ നന്മയും എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, എന്നിലേക്ക് വന്നു ചേരണം. നിങ്ങളെ തന്നെ ഡെയിലി ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കുക, സാമ്പത്തികമായി അനുഗ്രഹിക്കുക, റിലേഷൻഷിപ്പ് പരമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുക. ഓരോ കാര്യത്തിലും ഇല്ല നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ശപിക്കുന്നതിന് പകരം ആ വാക്കുകളെ നിങ്ങൾ എപ്പോഴാണോ പോസിറ്റീവായിട്ട് നിങ്ങൾ അനുഗ്രഹിച്ച് തുടങ്ങുന്നത്, ആ ഒരു സമയം തൊട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ കേൾക്കുവാനോ പറയുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ആരുമില്ല എന്നുള്ള ഒരു വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരും വേണ്ട. ആ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ കാണാം. നിങ്ങൾ പറയണം, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് പറയാം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ശരീരത്തിന് ഉറപ്പായിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റാരുടെയും തുണ വേണ്ട. നിങ്ങൾക്ക് എത്തേണ്ട കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ലക്ഷ്യം കണ്ടെത്തുവാൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കഴിയും. ഓക്കെ, നിങ്ങളോട് ഒരാളും നിങ്ങളെ കേൾക്കുവാനോ കാണുവാനോ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തികളായി തീരണം. നിങ്ങളെ കേൾക്കാൻ ആരും വരത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ ചെയ്യുവാനോ നിങ്ങളോട് സംസാരിക്കുവാനോ നിങ്ങളെ സ്നേഹിക്കുവാനോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനോ ഒന്നും ആരും കാണത്തില്ല. പക്ഷേ നിങ്ങളെല്ലാവർക്കും കൊടുക്കുന്ന വ്യക്തികളാകും. സൂര്യൻ ആരും അങ്ങോട്ട് എനർജി കൊടുക്കത്തില്ല, സൂര്യനാണ് മറ്റുള്ളവർക്ക് എനർജി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒന്നാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. അപ്പോൾ തന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളിലെല്ലാം ഉണ്ട്. സാമ്പത്തികമുണ്ട്, സ്നേഹമുണ്ട്, കെയറിങ് ഉണ്ട്. അപ്പം വേറൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായി മാറുക. എന്നെ കണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കൂടിയുള്ള ഒരു മെസ്സേജാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങളുടെ ജീവിതം ഏറ്റവും ബെറ്ററായി മാറും. ഓക്കെ, ഗ്യാരണ്ടിയാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ ചില പുസ്തകങ്ങളിൽ നിന്നും വായിച്ച അറിവുകൾ മാത്രമല്ല, ജീവിതം കൊണ്ട് പഠിച്ച അറിവുകൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്? കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷനാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ കുറിച്ച്, വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ. ഫസ്റ്റ് വൺ, ദ സ്ട്രെങ്ത്, ഓവറോൾ എനർജി, ഇഗ്നോറിങ് എനർജിയാണ്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട്, എന്തിനും നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 8, 4, 4, 20, 2, 4. ഓക്കെ, 4 ഇവിടെ സ്ട്രോങ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിനെ കുറിച്ച്, വ്യൂസിൻ്റെ പേഴ്സൻ്റെ ചിന്ത എന്താണ്? 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയ സമയത്ത് നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തിരിച്ചു വരുന്ന വഴി അടയ്ക്കുന്ന വിധം നിങ്ങളെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ ഈ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതിന് അവർക്ക് മാനസിക സ്ട്രെങ്ത് ഇല്ല. ഓക്കെ, നിങ്ങൾ വളരെ വേദനിപ്പിച്ച് നിങ്ങൾ കൊടുത്തിരുന്നതായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ കെയർ എല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തികമോ ജോലിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്ന അവസ്ഥയാണ്. കാരണം വഴക്കിട്ട സമയത്തിലോ എന്തോ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ട് വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അനാവശ്യ വാക്കുകൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് ഒരു നാണക്കേട് ഉണ്ടാകുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് സമയം അനുകൂലമാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം മറന്ന്, കാലമുണക്കാത്ത മുറിവില്ലല്ലോ, കുറച്ചുകൂടി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മറക്കും, അപ്പോൾ പതുക്കെ വന്നേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുകയാണ്. ഓക്കെ, എംപ്രസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല ഒരു വ്യക്തിയാണെന്നും, കാരണം നിങ്ങൾ ഒരുപാട് കെയറിങ് നേച്ചറാണെന്നും, സാമ്പത്തികമായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പൊന്മുട്ടയിടുന്ന താറാവിനെ ഞെരിച്ച് കൊന്നിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ
നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സന് നല്ല മുഖമില്ല, നിങ്ങളെ കണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ. കാരണം അവർ ചെയ്ത തെറ്റാണെന്നും അവർ ചെയ്തത് ശരിയായില്ല, ഒരു മനുഷ്യന് ചേരുന്ന പ്രവൃത്തിയല്ല അവർ ചെയ്തതെന്നും നല്ല രീതിയിൽ അറിയാം. പക്ഷേ നിങ്ങളുടെ മുന്നിൽ താന്നു തരാനോ സോറി പറയാനോ ഒന്നും അവർ തയ്യാറാകാത്ത ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ കുറ്റബോധമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ പുറമേ സിംഹത്തെ പോലെ കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കറിയാം താൻ ചെയ്തു പോയ തെറ്റ് വളരെ വലുതാണ് എന്നുള്ള കാര്യം. നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചു എന്നും ആ സ്നേഹത്തിൽ നിന്നും അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എന്തെല്ലാം ഹെൽപ്പും നിങ്ങളുടെ സ്നേഹം വഴി അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും ഒക്കെ തന്നിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം അവർ ഓർക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അത്രയും സ്നേഹിച്ചിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് കയറുവാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും അവർക്കൊരിക്കലും സന്തോഷം അവർക്ക് നേരിട്ടിട്ടില്ല. അവർക്ക് എപ്പോഴും അവർ വിചാരിച്ചു നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സന്തോഷങ്ങൾ, ഇതിലും വലിയ സൗന്ദര്യമുള്ളവരും സാമ്പത്തികമുള്ളവരും ഒക്കെ എന്നെ തേടി വരും, ആ സമ്പത്തൊക്കെ കൊണ്ട് ഞാൻ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ അവർ വിചാരിച്ചു. അങ്ങനെയാണ് നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നിട്ട് അവർ ഇറങ്ങിപ്പോയത്. പക്ഷേ അവർക്ക് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഒരിക്കലും അവർക്ക് സമാധാനം എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല. ദൈവികമായിട്ടുള്ള കർമ്മ അവരെ നേരിട്ട് അവരുടെ മനസ്സ് തളർന്ന് ചില വ്യക്തികൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് ശാരീരികമായിട്ടും തളർന്ന് ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയന്ന്, ഇപ്പോൾ അവർ ഏത് തേർഡ് പാർട്ടിയിലാണോ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം വഴികൾ അവർ പറഞ്ഞു പോയിട്ടുള്ള ചില വാക്കുകൾ കൊണ്ട് ഇവിടെ വേലി കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, അവരങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് അവരുടെ പിറക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നു. ആ ബൗണ്ടറികൾ വളരെ കത്തി പോലെ നിൽക്കുകയാണ്. അവർക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ കെട്ടിയിട്ട് പോയിട്ടുള്ള സ്ഥലം അവരെ കടത്തിവിടുന്നില്ല, അവരുടെ വാക്കുകൾ അവരെ കടത്തിവിടുന്നില്ല. ഓക്കെ, അവരിപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്തപിക്കുകയാണ്. ഓക്കെ, ഇവിടെ എംബ്രറിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. അവരോട് തന്നെ അവർക്ക് ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്, സ്വന്തമായിട്ട് അവർ ദേഷ്യപ്പെടുകയാണ്. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട് 4 ഓഫ് കപ്പ്. നിങ്ങളെ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഡെവിൾ എനർജി, ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ ഇഗ്നോർ ചെയ്തു, നിങ്ങളുടെ സ്നേഹത്തെ മാറ്റി വെച്ചു. ഇവിടെ ഒരാൾ ഒരു ബലൂൺ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, പല പ്രാവശ്യവും ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ യാചിച്ച് ചെന്നിട്ടുണ്ട്. എനിക്ക് കോൾ ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ പോട്ടെ, സാരമില്ല, ഞാൻ അതെല്ലാം ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചില ഡെവിൾ സിറ്റുവേഷന് വേണ്ടിയിട്ട്, ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില സിറ്റുവേഷന് വേണ്ടിയിട്ടോ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്തു. ഓക്കെ, നിങ്ങളെ വേണ്ടാതെ നിങ്ങൾ കൊടുത്ത കപ്പുകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് തേർഡ് പാർട്ടിയോടൊപ്പം മറ്റൊരു വ്യക്തിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് കൊണ്ട് കടന്നുപോയി, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയി. ഓക്കെ, അപ്പോൾ അത് ചെയ്തത് വളരെ തെറ്റായി പോയി. സ്വന്തം ആത്മാവിനെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സ്വയം ദേഷ്യപ്പെടുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രതി കടന്നു പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഹീല് ചെയ്യാൻ കഴിയുന്നില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ അവർക്ക് മറക്കുവാനോ, നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ട് കുറേ നാളായി, നിങ്ങൾ ഹീലായി, നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണ്
ഇതുവരെയും നിങ്ങളെ വിട്ടു പോയ സമയത്ത് അവർക്ക് കുറച്ച് സന്തോഷമൊക്കെ തേർഡ് പാർട്ടിയോടൊപ്പം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഭയങ്ങളും കർമ്മ നേരിടുകയാണ്. ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. വീണ്ടും എന്താ സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങളുമായിട്ടുണ്ടായ ആ റിലേഷൻഷിപ്പും നിങ്ങളെ ചതിച്ചതും നിങ്ങൾ എത്ര ലോയലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഹീലാകാൻ കഴിയുന്നില്ല. അത് സ്റ്റാർ, നിങ്ങളിപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോഴെല്ലാം അവർ ഒളിച്ചും പാത്തുമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആൾക്കൂട്ടവും നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആരാധകരും കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മാനസികമായിട്ട് ഹീലാകാതെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, തെറ്റായ ഡിസിഷനാണ് എടുത്തത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇഗ്നോറിങ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞു പോയ ചില വാക്കുകൾ, നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തണമെന്നുണ്ട്. പക്ഷേ ചില പഴയ കാര്യങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷനുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഓരോരോ പ്രവർത്തികൾ നിങ്ങൾ അറിഞ്ഞതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ അറിഞ്ഞതായുള്ള കാര്യങ്ങളുമായിട്ട് ഇനി നിങ്ങൾ ഓഫർ സ്വീകരിക്കുകയോ നിങ്ങളിലേക്ക് വരികയോ ചെയ്താൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളും വീണ്ടും അവരെ ചതിക്കുമോ? നിങ്ങൾക്ക് വേറെ ഓഫർ ഉണ്ടാകുമോ? അപ്പോൾ ആ ഒരു രീതിയൊക്കെ അവർ ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ എനർജി റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഹെൽത്തിനെ കുറിച്ചാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇനി മുന്നോട്ടുള്ള ഹെൽത്ത് നിയർ ഫ്യൂച്ചറിൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ചില ശാരീരിക പ്രശ്നങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾക്ക് മാനസികമായും നല്ല രീതിയിലൊരു ബ്ലാക്ക് എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ബ്ലാക്ക് എനർജി, ഇതിലും ബ്ലാക്ക് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചില രോഗങ്ങളിലായിട്ട് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ വളരെ ക്ഷീണിതരായിട്ടും മാനസിക വിഷമത്തിൽ കൂടിയുമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ വന്നിരിക്കുന്നത് ജഡ്ജിമെൻ്റ് ആണ്. ഈ ഒരു റീബർത്ത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം കടന്നു പോകും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഹീലിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിയർ ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ നിങ്ങൾ നേരിടുന്നെങ്കിലും ആ ഒരു പ്ലസ് കാർഡ് കാണുന്നുണ്ടോ? ആ ഒരു പ്ലസ് എനർജി കാണുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കും. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യുന്നു. എനിക്ക് കഴിഞ്ഞു, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹീൽ എനർജി ലഭിക്കുകയുള്ളൂ. നിങ്ങൾ 7 ചക്ര നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ 7 ചക്ര, കാരണം എല്ലാത്തിൻ്റെയും എനർജി, ആ 7 ചക്രയുടെ എനർജി ഡൗൺ ആകുന്നത് കൊണ്ടാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും 7 ചക്ര എനർജിയെ എടുത്ത് നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് ഐ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഫിംഗർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ പൂർണ്ണ ഹെൽത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ യൂണിവേഴ്സിലെ എല്ലാ സൗഖ്യവും, എൻ്റെ ശാരീരികമായിട്ടുള്ള സൗഖ്യങ്ങൾ പൂർണ്ണമായും എൻ്റെ ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെയുള്ള എല്ലാ സൗഖ്യവും എനിക്ക് തന്നിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോ രാത്രിയും നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഓക്കെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തതായിട്ടുള്ള നിങ്ങളുടെ ഉപബോധ മനസ്സ് യൂണിവേഴ്സിൻ്റെ എനർജിയുമായി കണക്ട് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ നെഗറ്റീവാണ് പറഞ്ഞതെങ്കിൽ നെഗറ്റീവ് നിങ്ങളുടെ മുന്നിൽ വരും. പോസിറ്റീവാണ് പറഞ്ഞതെങ്കിൽ പോസിറ്റീവ് വരും. ഓക്കെ,
രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ജഗിൾ ചെയ്യുകയാണ്. രക്ഷപ്പെടുമോ ഇല്ലയോ, ഏതോ ഒരു ശാരീരിക പ്രശ്നത്തിൽ ഇത് അവസാനിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം മാറും എന്ന് തോന്നിട്ട് പിന്നെ പറയുമോ എവിടെ രക്ഷപ്പെടാനാണ്, ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുള്ളൂ, എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നുള്ള നിരാശ. ഇടയ്ക്ക് നിങ്ങൾക്ക് ഹോപ്പ് വരും, ഇടയ്ക്ക് നിങ്ങൾക്ക് നിരാശ വരും. ഇത് രണ്ടും കൂടി കിടന്ന് നിങ്ങൾക്ക് ഹീലാകാൻ കഴിയാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതൊരു മാറ്റം തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ഹീല് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ബെറ്റർ ഫീലിംഗ് ആണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു എനർജി തന്നെയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും എല്ലാവർക്കും ഇവിടെ 7 ചക്ര ചെയ്യാം. പക്ഷേ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ നല്ല രീതിയിൽ 7 ചക്ര എനർജി ചെയ്യേണ്ടതാണ്. ഓക്കെ, കാരണം അവരുടെ നിങ്ങളുടെ തോട്ടാണ് പ്രശ്നം, അല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും പ്രശ്നമില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മാനസിക ശക്തി ഇല്ലാതെ നിങ്ങൾ എത്രയൊക്കെ മരുന്ന് കഴിച്ചിരുന്നാലും രക്ഷയില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിലും ശരി, മാനസിക ശക്തി കൊണ്ട്, ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം. ചില വ്യക്തികൾക്ക് എത്ര നമ്മൾ മരുന്ന് കൊടുത്തിരുന്നാലും അവർക്ക്, പക്ഷേ ചില ഡോക്ടേഴ്സിനെ പോയി കാണുമ്പോൾ, ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മരുന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഹീലാകുന്നുണ്ട്. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഹീലിംഗ് ആണ്. ആ മെഡിസിൻ, പുറമേ കൊടുക്കുന്ന മെഡിസിനേക്കാളും ബെറ്ററാണ് ഉപബോധ മനസ്സിൻ്റെ ഹീലിംഗ്. ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് പച്ച ഗുളിക എന്നൊക്കെ പറഞ്ഞ് തരും. ആ ഗുളിക കമ്പനിക്കാർ പച്ച മാറ്റി ചുമപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ ഷുഗർ എത്ര കഴിച്ചിരുന്നാലും അവരുടെ ഷുഗറും BP ഒക്കെ ഹൈ ആയിട്ട് പോകും. അവർ പറയും ഈ പഴയ ഗുളിക മതി, വേണ്ട പച്ച മതിയെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കമ്പനിയാണ്, ഒരു കണ്ടൻറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും പറ്റില്ല. ചുമപ്പടിച്ച് കൊടുത്തല്ലാണ്ട് അവരുടെ ഷുഗർ കുറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ തേടി പിടിച്ച് ചുമന്ന കളറിൻ്റെ ഗുളിക കമ്പനിയിൽ നിന്ന് വരുത്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവരുടെ ഷുഗർ മാറിയത്. ഓക്കെ, അപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനെക്കാളും ബെറ്ററാണെന്ന് മനസ്സിലാക്കുക. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. 10 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എന്തായാലും മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഉടൻ തന്നെ ഒരു ഹീലിംഗ് വരുന്നതാണ്. ദ സ്റ്റാറും വന്നിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇറിറ്റേഷൻ ആകാതിരിക്കുക, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ അസുഖത്തിൽ ചൊല്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വെച്ച് ദേഷ്യപ്പെടാതിരിക്കുക. നിങ്ങൾ ഹീലാകുക. നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ടൈം നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. 7 ചക്രാസ്, 7 ചക്ര ഹീലിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അത് ഹീൽ ചെയ്യുക. ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു മെഡിസിനായിട്ട് മാത്രം എടുക്കുക. ഞാൻ ഇതിന് ശേഷം 7 ചക്രയുടെ ഹീലിംഗ് വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാക്കിയാണ് ഇടുന്നത്. അല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണ്, മറ്റേതെങ്കിലും ചാനലിൻ്റെ വീഡിയോ 7 ചക്രയാണ് ബെറ്ററെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും, ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല, ഏതെങ്കിലും വീഡിയോ കണ്ടാലും സാരമില്ല, നിങ്ങൾ ഹീലാകുക. നിങ്ങളുടെ ചക്രാസ് ഹീലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മക്കളുടെ ഫ്യൂച്ചറാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പം നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്ത കാർഡാണ്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് 4 ഓഫ് കപ്പാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇഗ്നോർ ചെയ്യുന്നു. ചിലപ്പോൾ ജോലി ആയിരിക്കാം. ഇത് ഏകദേശം ഒരു പ്രായപൂർത്തിയായ മക്കളുള്ളവർക്ക് മാത്രം റെസിനേറ്റ് എടുക്കുക. പൊടി കൊച്ചുങ്ങൾക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ദ സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഒരു ഗ്രോത്ത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച്, മക്കൾക്ക് വേണ്ടി എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് ഇവിടെ ഒരു ആ തടിയിൽ മൊത്തവും തളിരുകൾ വരുന്നുണ്ടോ?
അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇതുവരെയും ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങൾ എത്രയൊക്കെ അത് മക്കളുടെ കാര്യത്തിന് വേണ്ടി ജോലിയോ കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടും നിരാശയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സണ്ണ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് വന്നു ചേരാൻ പോകുന്നത്. ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ, ഏറ്റവും ഗ്രോത്ത് ആയിട്ടുള്ളൊരു നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, നോക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റു പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആലോചനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചില വ്യക്തികളുടെ പിറകെ യാചിക്കുന്ന, അല്ലെങ്കിൽ ചില ബ്രോക്കർമാരുടെ പിറകെ യാചിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരികയാണ്. ഇത് ഹെറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, അടഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് അതിനുള്ള വഴി നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പോകുന്നു. ഇവിടെ ചാവി കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ ആകുകയാണ്, നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ആ കാര്യം ബാലൻസിങ് വരികയാണ്. കുറേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾ നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സമയത്ത് ഓപ്പൺ ആകുകയാണ്. അതിൻ്റെ വഴി നിങ്ങൾക്ക് തെളിയുകയാണ്. മൂന്നാമത്തെ കാർഡുകാർക്ക് എല്ലാം പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്തെങ്കിലും രീതിയിൽ ഒരു വിവാഹത്തെക്കുറിച്ചാണോ, എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. താങ്ക് യു. 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. ഗിവ് ആൻഡ് ടേക്ക്, എന്താണോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചും ലഭിക്കുന്നതാണ്. യൂണിവേഴ്സിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നു. ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. ഏസ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഹാപ്പി ഫാമിലി, ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തത്, അത് നിങ്ങൾക്ക് ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. കാരണം ഇവിടെയും 1 വന്നിട്ടുണ്ട്, ഇവിടെയും 1. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു നല്ല ഒരു അനുഗ്രഹം തന്നെയാണ് രണ്ടാമത്തെ കാർഡുകാർക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ലിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ് എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ലൈഫിൽ വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അനുഗ്രഹിച്ച് എൻ്റെ ഈ എനർജീനെ ഞാൻ അനുഗ്രഹിച്ച് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നു. ഇത് സാധിച്ചതിനാൽ നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഇന്ന് കുഴിച്ചിട്ടിട്ട് ഇന്നൊരു വിശ്വാസം, ഇത് റീഡിങ് കേട്ടിട്ട് നാളെ അതിന് വേര് വന്നോന്ന് നോക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. താങ്ക് യു.